Hello friends, welcome to Resolute Academy. I am back with yet another video for The Hindu newspaper vocabs, and in this video again we will be discussing the top vocabs of today's The Hindu newspaper. So please stay tuned till the end and get the maximum benefit out of it. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ചാനലിനെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. So let's go ahead and start with the video. So first word for today is just a minute. Okay, first word today is exasperating. Okay, exacerbating എന്ന് പറഞ്ഞാൽ ആദ്യമേ ഒരു മോശമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് അതിനെ കുറെ കൂടെ വഷളാക്കുന്നത്. ഓക്കെ, യു ആർ ക്രിയേറ്റിംഗ് എ സിറ്റുവേഷൻ മോർ വേഴ്സ് വിച്ച് ഇസ് ഓൾറെഡി എ ബാഡ്. ഓക്കെ, സോ അതിനാണ് എക്സാസർബേറ്റ് ചെയ്യാന്ന് പറയുന്നത്. സോ ദ ഇക്കണോമിക് ഡൗൺ ടേൺ വാസ് എക്സാസർബേറ്റഡ് ബൈ a series of unfortunate events leading to widespread unemployment. So ആദ്യമേ ഇക്കണോമിക് ഡൗൺ ടേൺ ആയിരുന്നു, ഞാൻ ഇക്കണോമി താഴോട്ട് പോയായിരുന്നു. ആ സമയത്ത് വേറെ സീരീസ് ഓഫ് ഇവന്റ്സ് എന്നിട്ട് വേറെ കുറെ അൺഫോർച്ചുനേറ്റ് ഇവന്റ്സ് ഉണ്ടായി. അതെന്താണ്, ആദ്യത്തെ പ്രശ്നത്തെ കുറെ കൂടെ വഷളാക്കി. അതാണ് എക്സാസർബേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ സിനോണിം എന്ന് പറയുന്നത് എസ്കലേറ്റ് ചെയ്യുക, ആദ്യത്തെ പ്രശ്നത്തെ വീണ്ടും വഷളാക്കുക, വേർസൺ ചെയ്യുക. ഇസ് ദാറ്റ് ക്ലിയർ? സോ ദാറ്റ് ഇസ് വാട്ട് വി മീൻ ബൈ എക്സാസർബേറ്റ്. ഓക്കെ, സോ ലെറ്റ്സ് സീ നെക്സ്റ്റ് വേർഡ്. അതിൻ്റെ ആന്റോണിം എന്ന് പറയുന്നത് എലിവേറ്റ് ആൻഡ് ഇംപ്രൂവ്. ഓക്കെ, പ്രശ്നം സോൾവ് ആക്കുക. ലെറ്റ്സ് സീ. അടുത്ത വേർഡ് എന്ന് പറഞ്ഞാൽ ഇൻട്രിഗിങ്. ഇൻട്രിഗിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് ആ മൂവിയുടെ പ്ലോട്ട് ഇൻട്രിഗിങ് ആയിരുന്നു എന്ന് വെച്ചാൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, ദാറ്റ് ഈസ് ക്യൂരിയോസിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ, ഒരു ത്രില്ല് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ എന്തോ ഉണ്ടായിരുന്നു ആ മൂവിയിൽ. അതാണ് ഇൻട്രിഗിങ് എന്ന് പറയുന്നത്. സംതിങ് വിച്ച് ക്രിയേറ്റ്സ് അറൗസസ് ക്യൂരിയോസിറ്റി ഇസ് വാട്ട് വി മീൻ ബൈ intriguing. Okay, so ഇവിടെ the novel had a intriguing plot that kept readers eagerly turning the pages. അപ്പോൾ ഈ നോവലിൽ എന്താണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില പ്ലോട്ട്സ് ഉണ്ടായിരുന്നു, വളരെ നമ്മളെ പ്രൊവോക്ക് ചെയ്യണ, നമ്മളെ തോട്ട് പ്രോസസ്സിന് ക്യൂരിയോസിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഇതുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത പേജിൽ എന്തുണ്ടാവും നമ്മൾ പെട്ടെന്ന് അത് വായിച്ചു പോകും. ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് മീൻസ് ഹിയർ. അപ്പോൾ ഇവിടെ ക്യാപ്റ്റിവേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എൻഗേജ് ചെയ്ത് വെക്കുന്നത്, അതേപോലെ തന്നെ എൻഗേജിങ്. ഓക്കെ, അതിൻ്റെ ആന്റോണിമാണ് അൺഇൻട്രസ്റ്റിംഗ്, മ്യൂണ്ടെയിൻ. ഓക്കെ, ഇൻട്രസ്റ്റ് ഇല്ലാതെ തോന്നുന്നതാണ് ഇതിന്റെ ആന്റോണിം എന്ന് പറയുന്നത്. ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് വേർഡ്. അടുത്ത വേർഡ് എന്ന് പറഞ്ഞാൽ ടൗട്ടഡ്. ടൗട്ടഡ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ വളരെയധികം റെക്കമെൻഡ് ചെയ്ത്, ഇഫ് എ സർട്ടൻ പ്രോഡക്റ്റ് ഇസ് വെരി റെക്കമെൻഡഡ് ഓർ ഹൈലി പോപ്പുലർ, അതിനെയാണ് ടൗട്ടഡ് എന്ന് പറയുന്നത്. ഹൈലി പ്രൈസ്ഡ്, പ്രൊമോട്ടഡ്, പോപ്പുലർ, റെക്കമെൻഡഡ്, അതിനെയാണ് ടൗട്ടഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ ന്യൂ പ്രൊഡക്റ്റ് വാസ് ടൗട്ടഡ് ആസ് ദ മോസ്റ്റ് ഇന്നോവേറ്റീവ് ആൻഡ് എഫക്റ്റീവ് സൊല്യൂഷൻ ഇൻ ദ മാർക്കറ്റ്. അപ്പോൾ ഈ പുതിയ പ്രൊഡക്റ്റിന് എന്താണ്, മാർക്കറ്റിലുള്ള ഏറ്റവും എഫക്റ്റീവ് അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞ് മാർക്കറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെയാണ് ടൗട്ടഡ് എന്നുള്ള യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ് വാസ് പ്രൊമോട്ടഡ് ഓർ ഇറ്റ് വാസ് പ്രൈസ്ഡ് ആസ് ദ മോസ്റ്റ് ഇന്നോവേറ്റീവ് ആൻഡ് എഫക്റ്റീവ് സൊല്യൂഷൻ ഇൻ ദ മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സിനോണിമാണ് പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ ഹെറാൾഡഡ്. ഓക്കെ, അതിനെ ഒരു ടോപ്പ് പൊസിഷനിലോട്ട് കൊണ്ടുവയ്ക്കുക. ഇസ് ദാറ്റ് ക്ലിയർ? നെക്സ്റ്റ്, അതിൻ്റെ ഓപ്പോസിറ്റ് ഡിസ്പറാജ്ഡ് ആൻഡ് ക്രിട്ടിസൈസ്ഡ്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് വേർഡ്. അടുത്ത വേർഡ് എന്ന് പറയുന്നത് സ്ക്വാണ്ടറിങ്. സ്ക്വാണ്ടറിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിന് സമയവും റിസോഴ്സും വേസ്റ്റ് ചെയ്ത് കളയാനാണ് സ്ക്വാണ്ടർ എന്ന് പറയുന്നത്. അനാവശ്യമായിട്ട് പൈസ സ്പെൻഡ് ചെയ്ത് കളയുക, അനാവശ്യമായിട്ട് സമയം ചിലവാക്കി കളയുക, അതിനാണ് സ്ക്വാണ്ടർ ചെയ്യുക എന്ന് പറഞ്ഞാൽ വേസ്റ്റ് ചെയ്യുക എന്നുള്ള അർത്ഥമാണ്. സോ the heir was criticized for squandering the family fortune on extravagant luxuries. അപ്പോൾ പൊതുവെ ചില വലിയ രാജാക്കന്മാരെ രാജാക്കന്മാരെ ചിലപ്പോൾ കഷ്ടപ്പെട്ടായിരിക്കും രാജ്യം പിടിച്ചു വെച്ചതോ അവനെ കൊണ്ടുപോയത്. പക്ഷെ അവരെ മക്കൾ ചിലപ്പോൾ ദൂർത്തടിക്കുന്നതാണ് ഈ സ്ക്വാണ്ടർ ചെയ്യണത്. ദൂർത്തടിച്ച് അവരെ ഫുള്ള് ഫോർച്യൂൺസിനെ എന്ത് ചെയ്ത് നശിപ്പിച്ച് കളയും. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. വേസ്റ്റിംഗ് ആണ് അതിൻ്റെ സിനോണിം. അതേപോലെ ലാവിഷ് ചിലവ്. അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ സേവിങ് ആൻഡ് പ്രിസർവിങ്. ഓക്കെ, ഐ ഹോപ്പ് ദിസ് പോയിന്റ് ഇസ് ഓൾസോ ക്ലിയർ. സോ ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് വേർഡ്. അടുത്ത വേർഡ് എന്ന് പറഞ്ഞാൽ അപ്രിഹെൻഷൻ. അപ്രിഹെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ട് സംഭവിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്നുള്ള ഒരു ഫിയർ, ഒരു കൺസേൺ, ഒരു അൺഈസിനെസ്, അതിനെയാണ് അപ്രിഹെൻഷൻ എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും ഈ കോമ്പറ്റേറ്റീവ് എക്സാമിന് പഠിക്കുന്ന പിള്ളേർക്ക് അവരെ എക്സാംസിനെ കുറിച്ച് ഒത്തിരി അപ്രിഹെൻഷൻസ് ഉണ്ടാവാറുണ്ട്. എക്സാംസ് എങ്ങനെയാവും, ഞാൻ പാസ്സാവുകയോ ഇല്ലേ, പഠിക്കാൻ പറ്റുമോ ഇല്ലേ, ഓക്കെ, ഇങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല. ലൈഫിൽ നമ്മളെ കൺട്രോളിൽ ഒന്നുമില്ല. ഒരേ ഒരു കാര്യം കൺട്രോളുള്ളൂ, എന്താണ്, നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി. ഓക്കെ, നമ്മളെ കർമ്മ മാത്രമേ നമ്മളെ കൺട്രോളിലുള്ളൂ. ബാക്കി അതിന് കിട്ടേണ്ട ഫലങ്ങളെല്ലാം നമ്മൾ വരുമ്പോൾ നമുക്ക് അനുഭവിക്കാം. അല്ലാതെ അത് എനിക്ക് എന്താവും, എങ്ങനെയാവും, എന്താവും, എപ്പോഴും ഈ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ലൈഫിൽ ഒന്നും ആവാൻ പോകുന്നില്ല. സോ ബേസിക്കലി അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ആപ്രിഹെൻഷൻ മീൻസ് ഡൗട്ട്സ് ഓഫ് what is going to happen in future or anxiety or something like that, anxiousness. Okay, so let's see. The employees had anxious apprehensions about the upcoming restructuring, fearing potential job losses.
അപ്പോൾ ആ കമ്പനിയിൽ എന്തോ ഒരു റീസ്ട്രക്ചറിങ് നടന്നുണ്ട്. റീസ്ട്രക്ചറിങ് കഴിഞ്ഞാൽ എന്തെങ്കിലും വലിയ വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അത് ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ ജോബ് ലോസസ് ഉണ്ടാവും എന്നുള്ളൊരു അപ്രിഹെൻഷൻ, ഒരു ഡൗട്ട് അല്ലെങ്കിൽ ഫിയർ അവരുടെ മനസ്സിൽ വരുന്നുണ്ട്. ഓക്കെ, സോ വറീസ്, ആങ്സൈറ്റീസ് ഇതാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കോൺഫിഡൻസ് ആൻഡ് അഷുറൻസ്, ഇതാണ് നിങ്ങൾക്ക് വേണ്ടത്. ഓക്കെ, എനിവേസ് ലെറ്റ്സ് സീ. അടുത്ത സ്ക്യൂഡ്. സ്ക്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തിനെങ്കിലും കുറിച്ച് ഒരു ബയസ്ഡ് ആയിട്ടുള്ള അഭിപ്രായം അല്ലെങ്കിൽ ബയസ്ഡ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ ബയസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ, അതിനെയാണ് സ്ക്യൂഡ് എന്ന് പറയുന്നത്. ഡിസ്റ്റോർട്ടഡ് ഓർ ബയസ്ഡ് ഇൻ എ പെർട്ടിക്കുലർ ഡയറക്ഷൻ, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ലീനിയേഷന് അല്ലെങ്കിൽ ഇൻക്ലൈനേഷനിലോട്ട് നമുക്ക് ബയസ്ഡ് ഒപ്പീനിയനോ വ്യൂസോ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? സ്ക്യൂഡ് എന്ന് പറയും. ഓക്കെ, ചുരുങ്ങിയിട്ടുള്ള മറ്റേ ഒരു നാരോ മൈൻഡഡ് തിങ്കിങ്. ദ സർവേ റിസൾട്ട്സ് were skewed due to a disproportionate representation of specific demographic group. അപ്പോൾ ഈ സർവേയുടെ റിസൾട്ട് എന്തായിരുന്നു? സ്ക്യൂഡ് ആയിരുന്നു, എന്നുവെച്ചാൽ ബയസ്ഡ് ആയിരുന്നു. കാരണം അവർ ഏതോ ഒരു പെർട്ടിക്കുലർ ഡെമോഗ്രാഫിക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഏജ് ഗ്രൂപ്പാണ് ജനറലി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ വർക്കിംഗ് ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് 16 to 60 years അങ്ങനെയൊക്കെ പറയാറുണ്ട്. സോ അവർ ഏതോ സർവേ നടത്തി. അപ്പോൾ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവരെ പ്രോപ്പറായിട്ട് പ്രൊപ്പോർഷനായിട്ട് റിപ്രസെന്റ് ചെയ്തിട്ടില്ല. ഏതോ ഒരു ഏജ് ഗ്രൂപ്പിനെ കൂടുതൽ ആൾക്കാരായിട്ട് റിപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ അഭിപ്രായം കാരണം ഇതിന്റെ ഒപ്പീനിയൻ ബയസ്ഡ് ആവാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ആ സർവേയിൽ ചോദിച്ചാൽ അവർക്ക് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കുന്നതായിരിക്കില്ല, വേറെ ഒരു ഏജ് ഗ്രൂപ്പിന് അല്ലെങ്കിൽ ചിൽഡ്രനോ അല്ലെങ്കിൽ ഓൾഡ് ഏജിനായിരിക്കും പ്രശ്നം ഉണ്ടാക്കുന്നത്. അതേസമയം യങ് ഏജ് ആൾക്കാരാണ് കൂടുതൽ ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഒപ്പീനിയൻ അവരുടെ സൗകര്യം അനുസരിച്ചേ വരുള്ളൂ. സോ അതാണ് ഇവിടെ പറഞ്ഞു തരുന്നത്, അത് ബയസ്ഡ് ആയിരുന്നു എന്ന് പറഞ്ഞത്. ഓക്കെ, സോ ബയസ്ഡ് ആയിരുന്നു, ഡിസ്റ്റോർട്ടഡ് ആയിരുന്നു. ഓക്കെ, ആൻഡ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ബാലൻസ്ഡും അൺബയസ്ഡും. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് വേർഡ്. അടുത്ത വേർഡ് എന്ന് പറഞ്ഞാൽ എൻജെൻഡർ. എൻജെൻഡർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിക്കൊണ്ട് വരിക, ടു കോസ് ഓർ ബ്രിങ് അബൌട്ട് എ പെർട്ടിക്കുലർ സിറ്റുവേഷൻ ഓർ കണ്ടീഷൻ. ഓക്കെ, അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യുക, എന്തെങ്കിലും കാര്യം ഉണ്ടാക്കുക, ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു പുതിയൊരു കാര്യം ജനറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുക, അതിനെയാണ് എൻജെൻഡർ എന്ന് പറയുന്നത്. ഓക്കെ, സോ the new policy engendered a sense of optimism and cooperation among the employees. അപ്പോൾ ഈ പുതിയ പോളിസി എന്ത് ചെയ്ത് എംപ്ലോയീസിന്റെ മനസ്സിൽ ഒരു ഒപ്റ്റിമിസം അല്ലെങ്കിൽ കോഓപ്പറേഷൻ ജനറേറ്റ് ചെയ്തു. ഓക്കെ, ഇറ്റ് ക്രിയേറ്റഡ് ഓർ ഫോംഡ് ഓർ പ്രൊഡ്യൂസ്ഡ് എ ഒപ്റ്റിമിസം ഇൻ ദ മൈൻഡ്സ് ഓഫ് ദ എംപ്ലോയീസ്. ഓക്കെ, സോ ജനറേറ്റ് ചെയ്യുക, ഫോസ്റ്റർ ചെയ്യുക, വളർത്തുക. ഓക്കെ, സോ സപ്രസ്, ഹിൻഡർ, അതാണ് അതിൻ്റെ ഓപ്പോസിറ്റ്. ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് വേർഡ്. നെക്സ്റ്റ് വേർഡ് എന്ന് പറഞ്ഞാൽ സർമൗണ്ടഡ്. സർമൗണ്ടഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനെ ഓവർകം ചെയ്തിട്ട് വിജയിച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെ, അതിനെ മറികടന്ന് പോയിട്ടുണ്ട്, ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനെ മറികടന്ന് പോയിട്ടുണ്ടെങ്കിൽ അതിനെയാണ് സർമൗണ്ട് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, ടു പ്രിവെയിൽ ആഫ്റ്റർ എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഓർ ടു കോൺകർ എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, ദാറ്റ് ഈസ് വാട്ട് വി മീൻ ബൈ സർമൗണ്ട്. ഓക്കെ, സോ ഡിസ്പൈറ്റ് ഫേസിംഗ് ന്യൂമറസ് സെറ്റ്ബാക്സ് the team surmounted the challenges and emerged victorious. So ഒത്തിരി പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടും ഈ ടീം എന്ത് ചെയ്ത് ആ പ്രശ്നത്തിനെ ഫേസ് ചെയ്ത് they went through it and they surmounted victorious. They came out victorious. Okay, that is what we mean by it. Then overcome ആണ് ഉദ്ദേശിക്കുന്നത്, conquer ഉദ്ദേശിക്കുന്നുണ്ട്. അതിന്റെ ആന്റോണിം എന്ന് പറയുന്നത് succumb, give up ചെയ്യുക, yield ചെയ്യുക, അതേപോലെ തന്നെ give up ചെയ്യുക. ഓക്കെ, കീഴടങ്ങുക. Let's see the next word, reinvigorate. റീഇൻവിഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ വീണ്ടും പുതിയ എനർജിയിലോട്ട് കയറി വരിക. ഓക്കെ, റിന്യൂഡ് വിത്ത് എനർജി, സോ ഫിൽഡ് വിത്ത് എനർജി, ദാറ്റ് ഈസ് വാട്ട് വി മീൻ ബൈ റീഇൻവിഗ്രേറ്റ്. ഓക്കെ, സോ ദ ന്യൂ ലീഡർഷിപ്പ് റീഇൻവിഗ്രേറ്റഡ് ദ ഓർഗനൈസേഷൻ ഇൻ ബ്രിങ്ങിങ് എ ഫ്രഷ് പെർസ്പെക്റ്റീവ് ആൻഡ് മോട്ടിവേഷൻ. അപ്പോൾ പുതിയ മാനേജ്മെന്റ് എന്ത് ചെയ്ത്, പുതിയ ലീഡർഷിപ്പ് എന്ത് ചെയ്ത് ആ ഓർഗനൈസേഷനിൽ ഒരു പുതിയ എനർജി കൊണ്ടുവന്ന്, ആൻഡ് ദാറ്റ് ബ്രോട്ട് അബൌട്ട് എ ന്യൂ പെർസ്പെക്റ്റീവ്, പുതിയ ഒരു ചിന്താഗതി കൊണ്ടുവന്നു, പുതിയ മോട്ടിവേഷൻ കൊണ്ടുവന്നു. അതാണെന്ന് പുതിയൊരു ലൈഫ് കൊണ്ടുവന്നു അതിനകത്ത്, റീഇൻവിഗ്രേറ്റ് ചെയ്തു. ഓക്കെ, സോ റീവൈറ്റലൈസ് ചെയ്യുക, എനർജൈസ് ചെയ്യുക. അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് എക്സോസ്റ്റ് ചെയ്യുക, ഡ്രെയിൻ ചെയ്യുക. ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് ഇസ് ഓൾസോ ക്ലിയർ. ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് വേർഡ്. യാ, സോ ഐ ഹോപ്പ് യു ആർ ക്ലിയർ വിത്ത് ദിസ് ദ വേർഡ്സ് ദാറ്റ് വി ഡിസ്കസ് ഇൻ ദിസ് വീഡിയോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വേർഡ്സിനെ കുറിച്ചോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ, ആൻഡ് നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പറയാം. ആൻഡ് ഇന്ന് എനിക്ക് നല്ല സുഖമില്ല, അതുകൊണ്ട് കുറച്ച് വീഡിയോ ഒന്ന് ഡള്ളായിട്ടുണ്ടാവും, ഐ എം നോട്ട് ഷുവർ. എനിവേസ്, സോ പ്ലീസ് മേക്ക് ഷുവർ മാക്സിമം ആൾക്കാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ആൻഡ് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു ഓൾ ഓഫ് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.